നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കർണാടക സർക്കാരിനെ ആഭിചാരക്രിയയിലൂടെ മറിച്ചിടാൻ കേരളത്തിൽ മൃഗബലി നടത്തിയെന്ന ഗുരുതര ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലത്താണെന്ന് മാത്രം ശിവകുമാർ സൂചന നൽകി. രാഷ്ട്രീയ ശത്രുക്കളാണ് യാഗത്തിനും പഞ്ചബലിക്കും പിന്നിലെന്നായിരുന്നു DKയുടെ വാക്കുകൾ. ഭ്രാന്തെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകിയത്. പോലീസ് അന്വേഷിച്ച് മൃഗബലി നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. BJPയെയും JDSനെയുമാണ് DK സംശയനിഴലിലാക്കിയത്. തൽക്കാലം വലിയ പ്രതികരണങ്ങൾ നടത്തി ആരും വിഷയം ഊതിക്കത്തിക്കുന്നില്ലെങ്കിലും DK ശിവകുമാർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. DKയുടെ മൃഗബലി ആരോപണത്തിന് പിന്നിൽ എന്താണ്? ನೋಡಪ್ಪ, ಕೇರಳಲ್ಲಿ ಒಂದು ದೊಡ್ಡ ನನ್ನ ಮೇಲೆ ಪ್ರಯೋಗ ನಡೀತಾ ಇದೆ. ನನ್ನ ಮೇಲೆ ನಮ್ಮ ಸರ್ಕಾರದ ಇದೆಲ್ಲ ಬಂದ್ಕೊತಾರೆ. ಯಾವುದು ಪೂಜೆ ನಡೀತಾ ಇದೆ, ನಮ್ಮ ಹೆಸರಿಟ್ಟೆ ಮಾಡಿಸ್ತಾವ್ರೆ. ಶತ್ರು ಭೈರವಿ ಯಾಗ, ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. ശത്രു ഭൈരവി യാഗ നടത്തിയെന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. അത് കർണാടക സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്ന തനിക്കുമെതിരെയാണ് ഇത്തരത്തിലൊരു യാഗം കേരളത്തിൽ നടത്തിയത്. ഇതിൽ മൃഗങ്ങളെ ബലിയായി നൽകിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു DK ശിവകുമാർ ഉന്നയിച്ചത്. ഇതേക്കുറിച്ച് ഇന്ന് സംസ്ഥാന സർക്കാർ അന്വേഷണവും നടത്തി. പോലീസ് പക്ഷേ പറയുന്നത് അങ്ങനെയൊരു മൃഗബലി നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള സർക്കാർ നിഷേധിച്ചിട്ടും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് DK ശിവകുമാർ എന്നതാണ്. ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. എന്താണ് DKയുടെ മൃഗബലി ആരോപണത്തിന് പിന്നിൽ? രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, TTT ദേവസ്വം ബോർഡ് അംഗം കൂടിയായ ശ്രീ TT മാധവൻ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ N ശ്രീകുമാർ, ഈ ആരോപണം ഗുരുതരമാകുന്നത്, ഈ ആരോപണം ഉന്നയിച്ചത് കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയാണ് എന്നതാണ്. മൃഗബലി അത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ഈ പൂജയുടെ ഭാഗമായിട്ട് മൃഗബലി നടത്തുക എന്നുള്ളത് ആ ഒരു സമയത്താണ് കൃത്യമായ വിവരം തനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം ചില റെസിപ്റ്റുകളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത്, ക്ഷേത്രത്തിൽ എന്ന് അദ്ദേഹം പറയുന്നില്ല, അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ യാഗം നടന്നിരുന്നു. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ ശത്രു ഭൈരവ യാഗ, പിന്നെ പഞ്ചബലി. അതിലാണ് മൃഗങ്ങളെ ബലി കൊടുത്തത്. ഇത് ശത്രു സംഹാര പൂജയാണ്, ശത്രുക്കളെ തകർക്കുന്നതിന് വേണ്ടിയാണ്, അതായത് കർണാടക സർക്കാരിനെ മറിച്ചിടുന്നതിന് വേണ്ടിയാണ്. ഇത് അതീവ ഗുരുതരമാണ്. പക്ഷേ ആരാണിത് നടത്തിയതെന്ന് അറിയാമെങ്കിൽ അത് പറയേണ്ടതായിരുന്നില്ലേ ശ്രീ DK ശിവകുമാർ? അതല്ലാതെ ഇങ്ങനെ എല്ലാവരെയും, ഈ രാഷ്ട്രീയ ശത്രുക്കളെ മുഴുവൻ സംശയനിഴലിലാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ പുകപറി ഉണ്ടാക്കുന്നതാണ്. നോക്കൂ മഞ്ജുഷേ, കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഈശ്വര വിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്. ഇങ്ങനെ കേരളത്തിലെ കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ബലി നടന്നു. അത് കർണാടകത്തിൽ എനിക്കും മുഖ്യമന്ത്രിക്കും എതിരായുള്ള ഒരു ശത്രു സംഹാര പൂജ മോഡലിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനെ സാധൂകരിക്കാനായിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്നും അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ നോക്കിയിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ അദ്ദേഹം ഇത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു ഉപമുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹം, കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് കൂടിയാണ്, വളരെ ഊർജ്ജസ്വലൻ കൂടിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും. അത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അന്വേഷിച്ചതായിട്ട് നമുക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ട് അദ്ദേഹം അതിന് മറുപടി പറയുകയാണെങ്കിൽ പക്ഷേ അതിൽ ഞാൻ ആരെക്കുറിച്ചാണെന്നൊക്കെ അദ്ദേഹം പറയുമായിരിക്കാം.
ഇത് കേരളത്തിലെ പോലീസ് ഇന്ന് രാവിലെയാണ് ഈ വാർത്ത നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആയിരിക്കും കേരളത്തിലെ പോലീസിന് വിവരം കേരളത്തിൻ്റെ ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ടാവുക. അവരന്വേഷിച്ചിട്ട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തായിട്ട് വാർത്ത കണ്ടു. അത് റിപ്പോർട്ട് കൊടുത്തോന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വിശദീകരിക്കുമെന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടായിട്ട് കാണുന്നുണ്ട്. ചിലപ്പം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ ദുരാചാരങ്ങളെയാണ് നമ്മൾ അന്ധവിശ്വാസമായിട്ട് കാണുന്നത്. പക്ഷേ ഒരു വിശ്വാസി അന്ധമായിട്ട് ഏതെങ്കിലും ഒരു പ്രതിബിംബത്തിൽ വിശ്വാസം അർപ്പിക്കുക വെച്ചാൽ അതൊരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയ ആരോപണവും ഉണ്ട്. രാഷ്ട്രീയ ആരോപണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ വിശ്വാസം മാത്രമല്ല, വിശ്വാസമോ അവിശ്വാസമോ മാത്രമല്ല, അദ്ദേഹം വിശ്വാസിയാണ്. അതുകൊണ്ട് അതിൽ വിശ്വാസത്തിന്റെ എലമെന്റ് കൂടിയുണ്ട്. കാരണം അദ്ദേഹം ബാക്കി പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് ഇത്തരത്തിലുള്ള ഈ ക്രിയകളൊന്നും ഏൽക്കുകയില്ല, അതിന് ബദലായിട്ട് ഞാനും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണല്ലോ അദ്ദേഹം കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് കാണിച്ചത്. ഇത് തടക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്ന് DK ശിവകുമാർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസം ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണമാണ് പ്രസക്തം. അവിടെ എന്തായാലും CPM-നെ അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ കർണാടകത്തിൽ രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് പറയുന്നത് BJP-യും JDS-ഉമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയുമാണ് പ്രതിക്കൂട്ടിലേക്ക് DK ശിവകുമാർ കൊണ്ടുവരുന്നത്. പക്ഷേ കേരളത്തിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ സംസ്ഥാന സർക്കാരിന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി അതിന് മറുപടി കൊടുത്തതും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും മറുപടി കൊടുത്തതും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചതും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തതും. പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഉന്നയിക്കേണ്ടതല്ലേ? അതും ഇങ്ങനെയൊരു കോണ്ടസ്റ്റിൽ, ഇങ്ങനെയൊരു സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ, അതൊരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം പറഞ്ഞത്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ക്ഷേത്രത്തിന് അടുത്ത് എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തെയും സംശയം മുനയിൽ നിർത്തുകയാണ്. അതുകൊണ്ടാണ് മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള TTK ദേവസ്വത്തിന്, അവർക്കാണല്ലോ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചുമതലയുള്ളത്, അവർക്കും ഇതിലൊരു പ്രതികരണവുമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ശ്രീകുമാർ, അല്ല, രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ സമീപത്തെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടന്നു എന്നല്ലല്ലോ. നമ്മൾ വെറുതെ ഒരു വാചകം വികൃതമാക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു സ്ഥാപനത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ ആ പേര് പറയും. ഇത് പരിസരം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള രീതിയിലും പറയാവുന്നില്ല. മറ്റു കാരണങ്ങളുണ്ട്. കർണാടകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അത് കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ JDS ആകട്ടെ, കണ്ണൂരിലെ ക്ഷേത്രങ്ങളിൽ പതിവായി വരുന്നതാണ്. അത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് യെദ്യൂരപ്പ വന്നിട്ടുള്ളതാണ്, അനുഗ്രഹം തേടി പോയിട്ടുള്ളതാണ്. അവിടെയുള്ള പലരുമായിട്ട് നല്ല അടുപ്പം യെദ്യൂരപ്പയ്ക്കുണ്ട്. അതുപോലെ തന്നെ SD കുമാരസ്വാമിയുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്. DK-യും വരാറുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പേരിലേക്ക് വരുന്നതും. ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ TT മാധവനുണ്ട്. അദ്ദേഹം മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള TTK ദേവസ്വം ബോർഡിന്റെ അംഗമാണ്. ശ്രീ TT മാധവൻ, നിങ്ങൾക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായി പോയല്ലോ ഇത്. എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ DK ശിവകുമാറിന്റെ ആരോപണത്തിന് പിന്നിൽ എന്തായിരിക്കാം, എന്താണ്? മഞ്ജുഷൻ, തികച്ചും അടിസ്ഥാനരഹിതമായ ഒരാരോപണമാണ് ശ്രീ ശിവകുമാർ ഉന്നയിച്ചപ്പെടുന്നത്. പള്ളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പൂജയില്ല, അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഈ ചുറ്റുവട്ട പ്രദേശത്ത് എന്ന് പറയുന്നത് അതൊരു പുകമറ സൃഷ്ടിക്കലാണ്. രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തെ കൂടി സംശയത്തിൽ നിർത്തുന്ന രൂപത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണിത്. അത് തികച്ചും നിരാശാജനകമായി പോയി. ക്ഷേത്രത്തിനും ബോർഡിനും അതിന് വളരെയധികം അമർഷമുണ്ട്. അദ്ദേഹം ആ പ്രസ്താവന തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇപ്പോഴപ്പോൾ ഈ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര തിരക്കാണ്. 10-25,000 ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണുള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് ഒരു 7 മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകളെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കും കാര്യമുള്ള ധാരാളം കർണാടകക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ വിശ്വാസികളെ എല്ലാം വളരെ നിരാശാജനകമാക്കുന്ന ഒരു പ്രസ്താവനയായിപ്പോയി അത് എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് അദ്ദേഹം പറയണമായിരുന്നു. എവിടെ വെച്ച് നടന്നു, എപ്പോൾ നടന്നു, അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണക്ക് പറയാൻ തന്നെ 10-40-ലധികം മൃഗങ്ങളെ കൊന്നു എന്നാണ് പറയുന്നത്. അത്രയും മൃഗങ്ങളെ കൊന്നാൽ ഈ നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ?
ഈ ക്ഷേത്ര പരിസരത്ത് അങ്ങനെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അഭിചാരക്രിയ നടത്താൻ പറ്റിയ ഒരു പ്രദേശമോ ഇല്ല. ഇവിടെ എല്ലാം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ഒരു മൃഗത്തെ കൊന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണ്. പിന്നെ ഒറ്റ അടിക്ക് നമ്മുടെയൊക്കെ ഈ സംശയത്തിൻ്റെ മുലയിൽ നിർത്തി ഇങ്ങനെ ഒരു അപവാദം പറയുന്നത് വളരെ മോശമായി പോയി. അത് കേരള സമൂഹത്തോടും ഇവിടുത്തെയുള്ള ഭക്തജനങ്ങളോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ അദ്ദേഹം അത് തിരുത്തും എന്ന് തന്നെയാണ് ദേവസ്വം കരുതുന്നത്. പക്ഷെ അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിയിട്ടില്ല. അദ്ദേഹം പിന്നീട് ഇപ്പോൾ ഈ അതിനുശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതിന് ശേഷവും അദ്ദേഹത്തോട് അഭിപ്രായം തേടിയിരുന്നു. അദ്ദേഹം തനിക്ക് കിട്ടിയ വിവരങ്ങൾ കൃത്യമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ശ്രീ ടി ടി മാധവൻ പറഞ്ഞത്. പിന്നെ താങ്കൾ ഇന്ന് അവിടെ ഉണ്ടായിരുന്നുവല്ലോ ആ പ്രദേശത്ത്. സംസ്ഥാന പോലീസ് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തിയത്? ഇന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല, എന്തായാലും അന്വേഷിക്കുമെന്ന്. പിന്നീട് അല്ല, ഇവിടെ ഒരു പോലീസ് ഓഫീസിൽ വന്ന് അന്വേഷിച്ചിട്ട് പോയി എന്നല്ലാണ്ട് മറ്റേ ഒരു സംഭവമില്ല. നമ്മൾ ഇന്നാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ തന്നെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളും കാര്യങ്ങളും അങ്ങനെ എവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ബ്രാഹ്മണരാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത്. അതും കുടുംബപരമായി താവഴിയുള്ള ആളുകളാണ് ഇവിടുത്തെ തന്ത്രിമാരും പൂജാരികളൊക്കെ. അവരൊന്നും ഇത്തരം ഒരു പൂജക്ക് പോകുന്ന ഒരു ക്ഷേത്രമല്ല ഇത്. ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു അഭിചാരക്രിയ നടക്കുന്ന ഒരു ആളുകളോ പ്രദേശമോ ഇവിടെ ഇല്ല. പിന്നെ അയാൾ രാജരാജേശ്വരി ക്ഷേത്രത്തെ വലിച്ചിഴക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. എന്തായാലും അതിൽ ശക്തമായ ഒരു പ്രതിഷേധം. അല്ല, ഇതിലൊരു രാഷ്ട്രീയം സംശയിക്കുന്നുണ്ടോ ദേവസ്വം ബോർഡ്? മലബാർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയം സംശയിക്കുന്നുണ്ടോ? ഇപ്പോൾ രാഷ്ട്രീയ ശത്രുക്കളാണ് ഇത് ചെയ്യിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം അടിവരയിട്ട് രാഷ്ട്രീയം സംശയിക്കേണ്ട കാര്യം അതിൻ്റെ അകത്ത് അല്ല. ഇവിടെ യെദ്യൂരപ്പയും മറ്റുമൊക്കെ സ്ഥിരം വന്നു പോകുന്ന ഒരു കർണാടകത്തിൻ്റെ എല്ലാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, BJP നേതാക്കന്മാർ, JDS നേതാക്കന്മാരൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അകത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ദേവസ്വം അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആരോ അദ്ദേഹത്തെ കൃത്യമായി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാവാൻ സാധ്യതയില്ലാതാണ്. അല്ല, അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി തന്നെ ഒരുപാട് ബന്ധമുള്ളതാണല്ലോ അവിടെ DK ശിവകുമാറിന്. അദ്ദേഹവും വന്നു പോകുന്ന ഒരു സ്ഥലമാണല്ലോ, കണ്ണൂരിൽ അദ്ദേഹം വരാറുള്ളതുമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില വിവരങ്ങൾ നൽകിയതായിരിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ ഒരു സംശയമുണ്ടോ? എന്തായാലും ആ പ്രദേശത്ത് ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയവും പോലീസ് അന്വേഷണവും ഒക്കെ ആയി മാറിയിരിക്കുകയാണല്ലോ, ഈ ക്ഷേത്രത്തിന്റെ പേര് കൂടി അതിലേക്ക് വന്നതോടുകൂടി. അതെ, അത് ഇതിന് പിറകിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ദേവസ്വം ബോർഡിന് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഇവിടെ CPM-ന്റെ ഭരണമാണ്, CPM-ന്റെ നോമിനികളാണ് ഇവിടെ ദേവസ്വം ട്രസ്റ്റി ബോർഡിലുള്ളത്. പിന്നെ ഉള്ളത് പാരമ്പര്യക്കാരായ ആളുകളാണ്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഈ രാഷ്ട്രീയം അദ്ദേഹത്തെ അടുപ്പമുള്ള ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ചിലപ്പോൾ. അല്ലാണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വിവരം ഇവിടുന്ന് കിട്ടിയ ആൾ അത് സത്യമായിട്ട് പറയണമായിരുന്നു. ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കേണ്ട കാര്യമില്ല, അതിലേക്ക് ഇങ്ങനെ ഈ ദേവസ്വത്തെ വലിച്ചു കിടക്കേണ്ട. ഇവിടെ നിവേദ്യം തന്നെ ആയിട്ട് പ്രസാദം കൊടുക്കുന്നതിന് ഭസ്മമാണ്, മറ്റൊരു പ്രസാദം ഇവിടുന്ന് കൊടുക്കാറില്ല. അങ്ങനെ ഒരു ശത്രു സംഹാര പൂജേൻ്റെ ഒരു സാധ്യതയും അങ്ങനെ ഒരു പൂജയും ഇവിടെയില്ല, ഈ ക്ഷേത്രത്തിലില്ല. അല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം. രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഇങ്ങനെയൊരു മൃഗബലിയോ ഈ ശത്രുഭൈരവ യാഗമോ നടന്നതായിട്ട് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് അതിനടുത്തുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതും. ക്ഷേത്രത്തെ അദ്ദേഹം എവിടെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി, എവിടെയാണ് ഏത് പ്രദേശത്താണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഇത് എവിടെയാണ് നടന്നത് അയാളല്ലേ കൃത്യമായിട്ടാണ് പറയേണ്ടത്. രാജരാജ ക്ഷേത്രത്തിനടുത്ത് എന്ന് പറയുമ്പം അങ്ങേർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണമല്ലോ, എവിടെ നടന്നു എന്ന് പറഞ്ഞാൽ. ഇവിടെ അടുത്തൊന്നും അങ്ങനെ നടക്കേണ്ട ഒരു പ്രദേശം ഇവിടെ ഇല്ല ശരിക്ക്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ സമീപം ക്ഷേത്രത്തിൽ നടന്നു എന്ന് പറയാൻ മടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരം എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ്. അങ്ങനെ അടുത്ത ഒരു പ്രദേശത്തൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു ആടിനെയല്ല, ഒരു പന്നിയോ പശുവോ കൊല്ലാൻ പോയിട്ട് ആടിനെ കൊന്നാൽ പോലും ഇവിടെ പൊതുജനം അതിൽ പ്രതികരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇതിൽ. ഇവിടെ ഒന്നും ഒരു അഭിചാരക്രിയ നടക്കുന്ന ഒരു ആളോ അങ്ങനെ ഒരു സ്ഥലമോ മറ്റ് തൊട്ടടുത്ത് ഒരു അമ്പലമോ കാര്യങ്ങളോ ഒന്നും ക്ഷേത്രങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഇല്ലാത്ത സ്ഥലമാണ്.
ശരി, ശ്രീ ഷാബു പ്രസാദ്, കർണാടകത്തിലെ രാഷ്ട്രീയം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതാണ്. അവിടെ ഈ വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തിയത് തന്നെ അതിൽ കൂടുതൽ ചോദ്യങ്ങളും വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം എന്തായിരിക്കും കർണാടക സർക്കാരിന്റെ സ്ഥിതി, എന്തെങ്കിലും മാറ്റങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? തുടക്കം മുതൽ തന്നെ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള വൈര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കർണാടകത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുവാൻ ദിവസങ്ങളോളം വേണ്ടി വന്നു ഹൈക്കമാൻഡിന്. ഉപമുഖ്യമന്ത്രിയായിട്ട് വരാൻ DK ശിവകുമാറിന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സ് അവിടെയുണ്ട്. പിന്നെ JDS BJPയുടെ കൂടെ കൂടിയതിന്റെ ഒരു പൊളിറ്റിക്സ് അവിടെയുണ്ട്. പിന്നെ ഈ പ്രജ്വൽ രേവണ്ണ വിഷയം അവിടെ കത്തി നിൽക്കുകയാണ്. SD രേവണ്ണ ഇടയ്ക്ക് ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വരുന്നു, കേസ് നിലനിൽക്കുന്നു. ഇതെല്ലാം ഉള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം കർണാടകത്തിൽ ഉള്ളപ്പോഴാണ് ആ വാർത്താ സമ്മേളനത്തിൽ DK ശിവകുമാർ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം ഈ കർണാടക സർക്കാരിനെതിരെ എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നു എന്നതിലേക്ക് വന്നപ്പോഴാണ് രാഷ്ട്രീയ ശത്രുക്കൾ സർക്കാരിനെ മറിച്ചിടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള യാഗങ്ങൾ, ശത്രു സംഹാര യാഗങ്ങൾ നടത്തുന്നു, മൃഗബലി നടത്തുന്നു. അത് കേരളത്തിലാണ് നടത്തിയത്, കണ്ണൂരിലാണ് നടത്തിയത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു വന്നത്. തികച്ചും രാഷ്ട്രീയമാണല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ആരാണ് ആ രാഷ്ട്രീയ ശത്രുക്കളെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും മഞ്ജുഷേ, അദ്ദേഹം ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനിയും ഇത് ആരാണ് അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് നമുക്ക് ഊഹിക്കാനും ബുദ്ധിമുട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം BJPയെയോ ജനതാദൾ എസ്, അതായത് തന്റെ എതിർസ്ഥാനത്ത് നിൽക്കുന്ന ആ കക്ഷികളായിരുന്നു എങ്കിൽ അദ്ദേഹം അത് തുറന്നു തന്നെ പറയുമായിരുന്നു. പ്രത്യേകിച്ച് നാളെ 5ാം വട്ടം ഇലക്ഷൻ, അവസാനഘട്ട ഇലക്ഷൻ നാളെ നടക്കാനിരിക്കെ അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയൊരു ബോംബായിരുന്നു അത്. ആ ബോംബ് അവർ അങ്ങനെ കിട്ടുന്ന അതിശക്തമായ ഒരായുധം അവർ പ്രയോഗിക്കാതിരിക്കില്ല. അത് BJPയെയാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ BJPക്കാർ ചെയ്തു എന്ന് തന്നെ അദ്ദേഹം പറയുമായിരുന്നു. പക്ഷെ അതും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത ഏതോ രാഷ്ട്രീയ ശത്രുക്കൾ ആണ് അദ്ദേഹത്തിനുള്ളത്, ഇതിന്റെ അകത്തെ പ്രതികളായി ഉള്ളത്. അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റാത്ത രാഷ്ട്രീയ ശത്രുക്കൾ ഏതായിരിക്കും? അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ഉള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത് കോൺഗ്രസുകാരന് തന്റെ പാർട്ടിക്കകത്തെ രാഷ്ട്രീയ ശത്രുക്കളെ ഉദ്ദേശിച്ചാണ് ശിവകുമാർ ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വെറും സാമാന്യ ബോധം മാത്രം മതി. മറ്റൊന്ന്, ഇനി ഇത് ഈ പറഞ്ഞ സംഭവം 40ഓളം മൃഗങ്ങളെ ഒരു തുറസായ സ്ഥലത്ത് വെച്ച് ബലി കഴിച്ച് ഇവിടെ എന്തോ നടന്നു എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിശയോക്തിയുണ്ട്. അത് നമുക്ക് 100% അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മഞ്ജുഷേ, കേരളത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിരോധിക്കപ്പെട്ട മൃഗബലിയും ആടിനെ വെട്ടും കോഴിയെ വെട്ടും അങ്ങനെ ആഭിചാരവും എല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ അത് നമ്മുടെ ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെട്ട ഈ വലിയ പ്രബുദ്ധതയും സാക്ഷരതയൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ കേരളത്തിൽ വ്യാപകമായിട്ട് തന്നെ ഈ ഏർപ്പാട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലബാറിലെ പഴയ തറവാടുകളിലൊക്കെ ശാക്തേയ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിയെ വിട്ടും ആടിനെ വിട്ടും എല്ലാം നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ തെയ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്. ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ട്. ശത്രു സംഹാരം എന്ന പേരിൽ ഈ രീതിയിലുള്ള കടുത്ത ദുരാചാരങ്ങളും അനാചാരങ്ങളും കേരളത്തിലുടനീളമുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണത്. അതിനി ആരൊക്കെ എന്തൊക്കെ നിഷേധിച്ചാലും ശരി, എന്തിന് നരബലി വരെ ഇവിടെ നടന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2-3 സ്ത്രീകളെ വെട്ടിക്കൊന്ന് അവരുടെ അവയവങ്ങൾ ഇങ്ങനെ വെട്ടി വിഴുങ്ങിയ നേരത്തെ രാജരാജേശ്വര ക്ഷേത്രത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിന്. അതിനിപ്പോൾ DK ശിവകുമാറിന്റേതായിട്ടൊരു വിശദീകരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഐ എം എ ബിഗ് ബിലീവർ ആൻഡ് ഡിവോട്ടി ഓഫ് ദേവി രാജരാജേശ്വരി ആൻഡ് ഐ നോ ദാറ്റ് ശത്രു സംഹാര പൂജ ഈസ് നോട്ട് പെർഫോംഡ് ഇൻ ദ ടെമ്പിൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ക്ഷേത്രത്തിലാണ്
പൂജ നടന്നത്, യാഗം നടന്നത്, മൃഗബലി നടന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മൈ വേർഡ്സ് ആർ ബീങ് misquoted, and so I would like to clarify that I was talking about this puja being performed some 15 kilometers away from the temple and in a private place. അതായത് അദ്ദേഹം കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിൽ വരുത്തിയിരിക്കുകയാണ്. ഈ 15 കിലോമീറ്റർ എന്നുള്ള കാര്യം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത അന്നേരം വരുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനെ എവിടെ വെച്ചാണ് നടത്തിയത് എന്നുകൂടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിന് ഏതാണ്ട് 15 കിലോമീറ്റർ അകലെ വെച്ചാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മൃഗബലി നടന്നിട്ടുണ്ട്, കർണാടക സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി ആഭിചാരക്രിയ നടന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നത് ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റാരുമല്ല, കർണാടക ഉപമുഖ്യമന്ത്രിയാണ്. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ വാക്കുകളിലൂടെ. ശ്രീ ഷാബു പ്രസാദ്. മഞ്ജുഷേ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്നുകൂടെ ഞാനത് ക്ലിയർ ആയില്ല, ഞാൻ കേട്ടിടത്തോളം കൊണ്ട് ഐ എം എ ബിഗ് ബിലീവർ ഓഫ് ദേവി രാജരാജേശ്വരി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആദ്യം മനസ്സിലാക്കുക, അത് ദേവി രാജരാജേശ്വരി അല്ല, രാജരാജേശ്വരനാണ്. അതെ, ശിവക്ഷേത്രം. ഭഗവാൻ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ, രാജരാജേശ്വരനാണ്. അല്ലാതെ രാജരാജേശ്വരി അല്ല, രാജരാജേശ്വരനാണ്. അതുപോലും അയാൾക്ക് അറിയില്ല. ദേവി ഐ എം എ ബിഗ് ബിലീവർ ഓഫ് ദേവി രാജരാജേശ്വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അത് വിട്, അത് പോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പം അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ പറയണമെന്ന്, ഇത് ആര് എവിടെ ആരാണ് അങ്ങനെയുടെ ശത്രുക്കളുടെ പേര് അദ്ദേഹത്തിന് തുറന്നു പറയുന്നതിൽ എന്താണെന്ന് ഇത്ര പ്രശ്നം? എന്റെ ഇതാണെങ്കിൽ അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റാത്ത ശത്രുവാണ് അപ്പോൾ ഇവിടുത്തെ കഥാപാത്രം. അപ്പോൾ കാര്യങ്ങൾ തന്നെയാണ്. രാജരാജേശ്വരി ക്ഷേത്രവും രാജരാജേശ്വരി ക്ഷേത്രവും രണ്ട് ക്ഷേത്രങ്ങളും ഉള്ളതാണല്ലോ അല്ലേ കണ്ണൂരിൽ. ഇദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണോ എന്താണ് അതിന്റെ താങ്കൾക്ക് തോന്നുന്നത് എന്താണ് ശ്രീ ടി മാധവൻ? തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതെ, എന്താണ് ശ്രീ ടി മാധവൻ, താങ്കൾക്ക് എന്താണ് ഇത് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഇത് മനസ്സിലാവുന്നത്? അല്ല, ഇത് രാജരാജേശ്വരനാണ്, ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് എവിടെ ഉള്ളതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, എവിടെ ഇല്ല, നമുക്ക് ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. രാജരാജേശ്വര എന്നുള്ളത് രാജരാജേശ്വരി ആയി പോയതാണത്. അവിടെ നിന്ന് അദ്ദേഹം ഒരു ലൊക്കേഷൻ പറയുകയാണ് 15 കിലോമീറ്റർ അകലെയാണെന്ന്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം, അത് അല്ല ശ്രീ മാധവൻ, അല്ല ശ്രീ ടി മാധവൻ, ദേവി രാജരാജേശ്വരി, ഐ എം എ ബിഗ് ബിലീവർ ഓഫ് ദേവി രാജരാജേശ്വരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയൊന്നുമല്ല, അയാളുടെ അറിവില്ലായ്മയാണ്, അയാൾ പറയുന്നത് കള്ളമാണ്. അല്ല, അങ്ങനെയാണ് കണ്ണൂർ ജില്ലയിലെ ദേവി രാജരാജേശ്വരി ക്ഷേത്രം കള്ളമാണ് 100% അതെ. തളിപ്പറമ്പിനടുത്ത് ഈ 15 കിലോമീറ്റർ അകത്ത് അങ്ങനെ പറയുന്ന രാജരാജേശ്വരി എന്ന ഒരു ക്ഷേത്രം എവിടെയില്ല. ഇത്രയും ഫേമസ് ആയിട്ട് കർണാടകത്തിൽ നിന്ന് ആളുകൾ വരുന്ന ഒരു ക്ഷേത്രം ഇവിടെ മാത്രമാണ്. രാജരാജേശ്വരി ക്ഷേത്രം അങ്ങനെ ഒരു ക്ഷേത്രമില്ല. പിന്നെ അയാൾ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്, ഇപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ അത്രയും പറഞ്ഞല്ലോ, അതല്ല സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഈ മൃഗബലി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇദ്ദേഹം ശ്രീ DK ശിവകുമാർ ചെയ്യുന്നത്. അപ്പോൾ ഈ 15 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രത്തിന്റെ എന്ന് പറഞ്ഞു വെക്കുന്നതിനേക്കാൾ കൂടുതൽ എവിടെയാണ് എന്ന് തനിക്ക് അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ DK ശിവകുമാർ ഭാരതം തന്നെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇപ്പം അദ്ദേഹത്തെ പോലെ ഒരു ഉപമുഖ്യമന്ത്രി പറയും, തീർച്ചയായും അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റും. പക്ഷെ അദ്ദേഹം തന്നെ തെറ്റിദ്ധരിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹത്തെ ആരും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഈ രാജരാജേശ്വരി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു കാര്യം ബാംഗ്ലൂരിലുണ്ട്. അവിടെ ഈ ശക്തിയെയാണ് പൂജിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്തതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ചാനലിലടക്കം BJP-യിലടക്കം കാണിക്കുന്ന പോലെ യാഗവും മൃഗബലിയും ഇതൊക്കെ ഒരുമിച്ച് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അത് ജസ്റ്റ് ഒരു എന്നൊരു ബേസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതായത് യാഗവും പൂജയുമുണ്ട്. യാഗത്തെ യജ്ഞ തുടങ്ങിയ വാക്കുകൾ കൊണ്ട് പറയാം. ചെറിയ രീതിയിൽ നടക്കുന്ന യാഗത്തെയാണ് പൊതുവെ ഹോമം
ഹോമം എന്ന് പറയാറുള്ളത്. യാഗത്തിന് ഏറ്റവും പ്രധാനം അഗ്നിയാണ്, അല്ലെങ്കിൽ ഫയറാണ്. ഇതൊരു വേദിക് സിസ്റ്റമാണ്. എന്നാൽ നമ്മുടെ പൂജ എന്ന് പറയുന്നത് കുറെ കൂടെ താന്ത്രിക് സിസ്റ്റമാണ്, അഥവാ DT ബേസ്ഡ് ആണ്. ഒരു ദേവതയുടെ ഉപാസനയാണ് നമ്മുടെ പൂജയുടെ കോർ. അങ്ങനെ ദേവതയുടെ ചൈതന്യം അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പൂജ എന്ന സിസ്റ്റം. പൂജയാണ് കുറെ കൂടെ ഓൾഡർ സിസ്റ്റം. വേദങ്ങളെക്കാൾ പഴയതാണ് നമ്മുടെ അമ്പല സംവിധാനവും തന്ത്ര സംവിധാനവും ആഗമങ്ങളും ഒക്കെ. എന്നാൽ വേദിക് സിസ്റ്റമാണ് പലപ്പോഴും ഈ യാഗം എന്ന് പറയുന്നത്. എന്റെ മകന്റെ പേര് ഞാൻ യാഗം എന്നാണ് യാഗം, സാക്രിഫൈസ് എന്നൊക്കെ ഇംഗ്ലീഷുകാർ റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാറ്. നമ്മുടെ തർക്കത്തിലേക്ക് വരുമ്പോൾ യാഗവും മൃഗബലിയും എന്നൊക്കെ പറഞ്ഞ് യാഗം, ഹോമം, യജ്ഞം, പൂജ തുടങ്ങിയ പവിത്രമായ കാര്യങ്ങളെ അതിലേക്ക് വലിച്ചടയ്ക്കരുത്. ഒരുപക്ഷെ ദുർമന്ത്രവാദമോ മന്ത്രവാദമോ ഒക്കെ ഇല്ല. കേരളത്തിലെ അമ്പലങ്ങളൊന്നും മന്ത്രവാദം ബേസ്ഡ് അല്ല, തന്ത്രശാസ്ത്ര ബേസ്ഡ് ആണ്. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് മന്ത്രവാദമല്ല, തന്ത്രശാസ്ത്രം ബേസ്ഡ് ആണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ ഒരു റെസ്പെക്ടിങ് കാര്യങ്ങളും ഉള്ളത്. വേദാന്തി ആയിരുന്നെങ്കിലും ശങ്കരാചാര്യ അടക്കമുള്ളവർ നമ്മുടെ ഈ താന്ത്രിക സിസ്റ്റംസ് ആണ് ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബദ്രീനാഥ് അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പോലും കേരളത്തിൽ നിന്ന് ഒരു ബ്രാഹ്മണൻ പോയി പൂജാരിയും മറ്റും ആവുന്നത്. നമ്മുടെ വളരെ ക്രിസ്റ്റീൻ പ്യുവറായ വളരെ പവിത്രമായ നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ ചരിത്രമൊക്കെയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിനെ ഈ മൃഗബലി പോലുള്ള കാര്യങ്ങളുമായി കണക്ട് ചെയ്യരുത്. 1. 99.9% ശതമാനത്തിലും ഇത്തരം തെറ്റ് കാര്യങ്ങൾ ചെയ്യാറില്ല. നമ്മുടെ ചരിത്രത്തിൽ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, എന്ന് പറയുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും എല്ലാം ഇത് ക്ലെൻസ് ചെയ്യുകയും ഈ ദുർദേവതാ പൂജകളോ അല്ലെങ്കിൽ ദുരാചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ മാരണം, ക്ഷുദ്രം, ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക്, MAGIK എന്നൊക്കെ പറയുന്ന ഈ മാജിക് പോലുള്ള കാര്യങ്ങളെ ഡിസ്കറേജ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ സാധാരണ ഭക്തർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് അറിയുന്നവർക്കൊക്കെ ഒരു വിഷമം തോന്നും. ഇതിനെ എല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് മോശമാണ് ചിത്രീകരിക്കുന്ന രീതി. അതുകൊണ്ടാണ് യോഗക്ഷേമ സഭയുടെ ഒക്കെ ശ്രീ അഖിലാനന്ദ കാളിദാസ അടക്കം വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തു. ശ്രീ DK ശിവകുമാറിനോട് ബഹുമാനമാണ്, പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചുകൂടെ വ്യക്തത വരുത്തണം. അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാനോ പറ്റിച്ചതാകാനോ, തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹം അത് വ്യക്തമാക്കുമായിരുന്നുവല്ലോ. ഇത്രയും വിവാദങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം അത് പറയുമായിരുന്നു അങ്ങനെ അല്ല എന്ന്. പക്ഷേ നടന്നിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ്. അതാണ് പ്രശ്നം. ആരോ അദ്ദേഹത്തെ, അതായത് അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് എനിക്കറിയാം, അത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കയ്യിലെ ചരടുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ പലപ്പോഴും നമുക്ക് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചരട് കെട്ടുന്നൊക്കെ ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്, പക്ഷെ ദുർമന്ത്രവാദം അന്ധവിശ്വാസമാണ്. DK ശിവകുമാർ ചരട് കെട്ടിയ വ്യക്തിയാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ചരട് കെട്ടിയ വ്യക്തിയാണ്. നമ്മളെ 200 വർഷം ഭരിച്ച ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രധാനമന്ത്രിയായ ഋഷി സുനക് കയ്യിൽ ചരട് കെട്ടിയവരാണ്. അപ്പം കയ്യിൽ ചരട് കെട്ടുന്നതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. DK ശിവകുമാർ ആണെങ്കിലും നരേന്ദ്രമോദിജി ആണെങ്കിലും ഇനി ഋഷി സുനക് ആണെങ്കിലും. അപ്പൊ അത്തരം കാര്യങ്ങളെ ഒന്നും വിവാദത്തിൽപ്പെടുത്താനോ ഈ വിശ്വാസികളുടെ വികാരങ്ങളെ ഹനിക്കാനോ ആരും മുതിരരുത്. ഇത് പക്ഷെ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പോലീസ് അന്വേഷിക്കുകയും അങ്ങനെ മൃഗബലിയൊക്കെ നമ്മൾ 1968 ഓർമ്മ. 1968 നമുക്ക് നിരോധിച്ചത് തന്നെയാണ്. ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മുടെ പൂജാരീതികളൊക്കെ യാഗരീതികളൊക്കെ എല്ലാ സമുദായങ്ങളെയും പഠിപ്പിക്കുന്ന പാലിയവിളംബരം പോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇന്നത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രശ്നവൽക്കരിക്കാനും സംശയത്തിന്റെ മുഴുവൻ നിർത്താനും മോശമായി ചിത്രീകരിക്കാനും അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാകാം. അദ്ദേഹം അത് ചെയ്തത് ശരിയായില്ല. അദ്ദേഹം അത് ശ്രീ DK ശിവകുമാറിനെ പോലും ഒരു വലിയ നേതാവ് പിൻവലിക്കുകയോ ക്ലാരിഫൈ ചെയ്യുകയോ ഒക്കെ വേണം. അല്ലാതെ ഈ വിശ്വാസങ്ങളെ എല്ലാം സെൻസിറ്റീവാണ്. ഇത് മാത്രമല്ല, ശരി, വളരെ സെൻസിറ്റീവായുള്ള ഒരു വിഷയമാണ്. ശ്രീ N ശ്രീകുമാർ, കർണാടക ഉപമുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഷാബു പറഞ്ഞ കാര്യം ഇത് BJPയെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ശത്രു കൂടി ഉണ്ടല്ലോ അവിടെ JDS, ഇതൊന്നുമല്ല. ഇവിടെ ഉദ്ദേശിച്ചത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടെ സിദ്ധരാമയ്യയും DKയും തമ്മിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ ആ പ്രശ്നം ഇതുവരെ അടങ്ങിയിട്ടില്ല, അത് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം അത് പൂർവാധികം ശക്തിയായിട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല, പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായാൽ. ശരി, ആ കാര്യങ്ങൾ നിൽക്കട്ടെ. പക്ഷേ അതിനെ ഈ രീതിയിൽ ഇത്തരത്തിൽ ഒരു കാര്യം ഈ മൃഗബലിയുമായിട്ട് ബന്ധിപ്പിച്ച് ഇപ്പോഴും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. അവിടെ പിന്നെ ഒരു വ്യക്തത വരുത്തുവാൻ അദ്ദേഹം മടിക്കുന്നു. ഇതൊരു വല്ലാത്ത ഒരു രാഷ്ട്രീയം ഇതിനകത്ത് കലർത്തിയിരിക്കുകയാണ് DK ശിവകുമാറിനെ പോലെയുള്ളയാൾ. നോക്കൂ മഞ്ജുഷേ, കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴേ ഞാൻ ആദ്യം കേട്ടിരിക്കുകയായിരുന്നു മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ പറയുന്നത് എന്താ, അതൊരു പുകമറ സൃഷ്ടിച്ചു. അദ്ദേഹം പറഞ്ഞു രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള 15 കിലോമീറ്റർ അപ്പുറത്തുള്ള എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രത്തിലാണ്, അത് പുകമറയാണെന്ന് എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത്? ആ ക്ഷേത്രത്തിലാണ് അല്ലല്ല, ഇപ്പോഴത്തെ വിശദീകരണം അല്ല, അത് വിശദീകരിക്കേണ്ടി വന്നു.
അല്ല നേരത്തെ അല്ലല്ല അദ്ദേഹം അല്ലല്ല ക്ഷേത്രത്തിന് അല്ലല്ല ഞാൻ അടുത്താണ്. പറയട്ടെ അതുകൊണ്ടാണ് ടി ടി മാധവനെ പോലെയുള്ളവർക്ക് അദ്ദേഹത്തിന്റെ വിശദീകരണം പ്രശ്നമായത്. അല്ല ഞാൻ പറയട്ടെ നിങ്ങളുടെ ഞാൻ പറയട്ടെ അതായത് ക്ഷേത്രത്തിനടുത്ത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ്. അത് ഇപ്പോൾ ഉള്ള വിശദീകരണം ഒന്നുകൂടെ വിശദീകരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പറഞ്ഞത് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എന്നല്ല. നമ്മൾ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എന്നാണ് വരുത്താൻ ആർക്കെങ്കിൽ താല്പര്യമുണ്ടെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സംശയം നിർത്തരുത്. ശ്രീകുമാർ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അടുത്ത എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അടുത്തെന്ന് പറയുമ്പോൾ എവിടെയും ആകാമല്ലോ, അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് അതിൽ പ്രശ്നമുണ്ടാകാൻ വഴിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മലബാർ ദേവസ്വം ബോർഡ് അതിനകത്ത് ഇടപെട്ടത്. അതുകൊണ്ടാണല്ലോ ദേവസ്വം മന്ത്രി അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോഴാണ് അദ്ദേഹം ഈ 15 കിലോമീറ്റർ അകലെ എന്ന് പറഞ്ഞത്. അദ്ദേഹം വളരെ അടുത്ത് അവിടെയുള്ള ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു വനമേഖലയിലാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. അതെന്തായാലും അദ്ദേഹത്തിന്റെ വാർത്ത ഈ വിശദീകരണത്തിൽ പറയാത്തത് കൊണ്ട് നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ശരി, മഞ്ജുഷ്ഠ, ഞാൻ പറഞ്ഞ മഞ്ജുഷ്ഠ വ്യക്തമായില്ലേ? രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സമീപത്തെന്ന് അദ്ദേഹം ആദ്യമേ പറഞ്ഞതാണ്. ഇപ്പൊ കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ കാരണം ഇത് കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറി പറഞ്ഞുകൊണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞതാണ്. ഒരു അവിടുത്തെ കർണാടകയിലത്തെ ഒരു പ്രൈവറ്റ് ചാനൽ അത് കാണിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പറയുക. അതിനുശേഷം കൂടുതൽ വ്യക്തത വരുത്താൻ കാരണം ഒരു പക്ഷേ CPM സെക്രട്ടറിയുടെ ആ ഒരു അഭിപ്രായം വന്നുകൊണ്ടായിരിക്കാം. അതോടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമില്ലെന്ന് എന്തി പറയണേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ദേവി ദേവൻ എന്നുള്ളൊക്കെ വീഡിയോ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം അതൊക്കെ എങ്ങനെ വിടുക സാറേ? ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ. ഒരു അമ്പലം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ കുറിച്ച് അറിയാത്ത ഒരാളില്ലല്ലോ. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ദേവനാണോ ദേവിയാണോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതൊന്നും ചിന്തിക്കേണ്ട. അല്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയട്ടെ ഷാബു. അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ലല്ല, DK ശിവകുമാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അതിൽ ദേവിയാണോ ദേവനാണോ എന്നൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ സമീപത്ത് 15 കിലോമീറ്റർ എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് CPM സെക്രട്ടറിയുടെ ഈ കേരളത്തിൽ ഒരു പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അദ്ദേഹം ആദ്യം പറഞ്ഞത് അവിടെ കർണാടക ചാനലിൽ കിടപ്പുണ്ട്, എടുത്ത് നോക്കാം. രണ്ടാമത്തേത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത്. അവിടെ അദ്ദേഹം പറഞ്ഞത് ഈ DK ശിവകുമാർ പറഞ്ഞത് താങ്കളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എന്നുണ്ട്. അല്ലാണ്ട് സിദ്ധരാമയ്യെ അദ്ദേഹം പുകമറയിൽ നിർത്തിയിട്ടില്ല. എനിക്കും സിദ്ധരാമയ്യയ്ക്കും എതിരെ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് കോൺഗ്രസിലെ പടലപ്പണക്കമല്ല. അത് ആരാ ചെയ്തെന്നൊക്കെ അദ്ദേഹം നാളെ വിശദീകരിക്കുമായിരിക്കും. ഞാനിത് പറയുന്നത് ഒരു ഉപമുഖ്യമന്ത്രി തനിക്കുണ്ടായ ഒരു അനുഭവം, തൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് വിവരങ്ങൾ അത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ, അത് കേരളത്തെക്കുറിച്ചായിട്ട് പറയുമ്പോൾ കേരളത്തിൻ്റെ CPM സെക്രട്ടറി ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇത് ഞങ്ങൾ അന്വേഷിക്കും. വളരെ ഒരു ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയോട് ഞാൻ പാർട്ടി നിർദ്ദേശിക്കും എന്നാണ് പറയേണ്ടിയിരുന്നത്. കാരണം കണ്ണൂരാണല്ലോ മുഖ്യമന്ത്രി, ഗോവിന്ദ മാഷൊക്കെ കണ്ണൂരാണല്ലോ. അങ്ങനെ പറയേണ്ടതിന് പകരം DK ശിവകുമാർ പറഞ്ഞത് ഭ്രാന്താണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല പാർട്ടി സെക്രട്ടറി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത്. അദ്ദേഹത്തിന് രാജരാജേശ്വര ക്ഷേത്രത്തെക്കുറിച്ച്, അവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ കേരളീയരെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസക്കുറവൊന്നുമില്ല. കേരളത്തെ നന്നായി അറിയാവുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന, ബാംഗ്ലൂരിൽ ഒരുപാട് കേരളീയർ തൊഴിലെടുത്ത് ജീവിക്കുന്ന അറിയാവുന്ന ഒരാളാണ് കർണാടക മുഖ്യമന്ത്രി. കേരളത്തിലെ യുവാക്കളെല്ലാം തൊഴിൽ തേടി പോകുന്നത് കർണാടകത്തിലേക്കാണ്. ആ ബാംഗ്ലൂരിൻ്റെ അധിപനായ ഒരു സർക്കാരിൻ്റെ മന്ത്രിയാണ് DK ശിവകുമാർ. അല്ലാണ്ട് അദ്ദേഹത്തെ കേരളത്തെ ഒന്നും അദ്ദേഹം അങ്ങനെ അപമാനിക്കില്ല, പേടിക്കേണ്ട. അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരാളല്ല. കേരളീയരായ ഒരുപാട് യുവാക്കളുടെ അത്താണിയാണ് കർണാടകം. അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അത് ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അപ്പം കേരളീയരെ അപമാനിക്കാനൊന്നും ആരും ഉദ്ദേശമില്ല, കണ്ണൂരിനെ അപമാനിക്കാൻ ഉദ്ദേശമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇങ്ങനെ എനിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ഒരു ശത്രുസംഹാര പൂജ എന്ന് കേരളത്തിൽ കണ്ണൂരിൽ ഇന്ന സ്ഥലത്ത് നടന്നതായി അറിയുന്നു എന്ന് പറയുമ്പോൾ അത് ആക്ഷേപിക്കുകയല്ല വേണ്ടത്. അത് തെറ്റോ ശരിയോ എന്തെങ്കിലും ആവട്ടെ, ഒരു വിശ്വാസിയായ ഉപമുഖ്യമന്ത്രി പറയുമ്പോൾ അത് മാന്യമായെടുത്ത് ഞങ്ങളത് അന്വേഷിക്കും, അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ കേരള ഗവൺമെൻറ് നീക്കും എന്നാണ് പറയേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ നാളെ ഏത് രീതിയിൽ അന്വേഷണം നടത്തിയാലും പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഉത്തരം, പിന്നെന്താ അർത്ഥമുള്ളത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവരാം.
അവിടുത്തെ JDS-നെതിരെയാണെന്നോ അവിടുത്തെ BJP-ക്കെതിരെയാണെന്നോ ഒക്കെ നമുക്ക് പറയാം. അവിടുത്തെ കർണാടക ചാനലുകൾ ഇന്ന് വാർത്ത കാണിക്കുമ്പോൾ ആരുടെയൊക്കെ ചിത്രങ്ങളാണ് കാണിക്കുന്നതെന്ന് നോക്കിയാൽ മതി. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഷാബു പറയുന്നത് ഇത് കോൺഗ്രസിനുള്ളിലെ തന്നെ പ്രശ്നമാണ്, കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണെന്നാണ് ഷാബു പറയുന്നത്. അദ്ദേഹം 2-3 തവണ അത് ആവർത്തിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന്. അത് ഞാൻ മഞ്ജുഷിനോട് പറഞ്ഞല്ലോ. എനിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ എന്ന് പറഞ്ഞാൽ അവിടെ ആരാ? അവിടെ 2 ഗ്രൂപ്പായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. ഒന്ന് DK ശിവകുമാറിൻ്റെ ഗ്രൂപ്പും ഒന്ന് സിദ്ധരാമയ്യയുടെ ഗ്രൂപ്പും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ രണ്ട് പേരാണല്ലോ ഈ BJP-യെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുത്തത്. ആദ്യം അത് കാണ്. ശ്രീ ഷാബു പ്രസാദിനെ പോലുള്ള ഒരു BJP-യുടെ ഒരു അനുഭാവിക്ക് തീർച്ചയായിട്ടും DK-യോടും സിദ്ധരാമയ്യയോടൊക്കെ ഭയങ്കര വിഷമം കാണും, തർക്കം വേണ്ട. പക്ഷെ അത് സത്യമായിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ശിവകുമാർ പറയുന്നത് എനിക്കും എൻ്റെ മുഖ്യമന്ത്രിക്കെതിരെന്നാ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസിലെ പലരും രാമക്ഷേത്രത്തിൽ നിന്ന് വിട്ടു നിന്നപ്പോ കർണാടകത്തിലെ അമ്പലങ്ങളിൽ സ്പെഷ്യൽ പൂജ നടത്താൻ ഇനീഷ്യേറ്റീവ് എടുത്ത ആൾക്കാരില്ലാന്നാണ് ശ്രീ DK ശിവകുമാർ. അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യം നമ്മളെല്ലാം ഹിന്ദുക്കളാണ്, നമ്മൾ വിശ്വാസികളാണെന്ന. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ആക്രമിക്കുന്നതിന് അർത്ഥമില്ല. എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകാനായിരിക്കും. ഇത് മാത്രമല്ല, ആ കർണാടകത്തിലെ ഒരു ജില്ലയിലെ ഏറ്റവും ടോളസ്റ്റ് ജീസസിന്റെ സ്റ്റാച്യു, യേശുക്രിസ്തുവിന്റെ സ്റ്റാച്യു DK ശിവകുമാറിന്റെ ഒരു പ്രോപ്പർട്ടിയിലൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം വലിയൊരു വിശ്വാസിയാണ്. ചിലപ്പോൾ വിശ്വാസത്തിന്റെ തീക്ഷ്ണത കൂടുതൽ കാണാം, വിശ്വാസത്തിന്റെ ആധിക്യം കൂടുതൽ കാണാം. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ കേരളത്തെ കുറിച്ച് ആരോ തെറ്റിദ്ധരിപ്പിച്ചു. കേരളത്തിലെ അമ്പലങ്ങളിൽ വലിയ വിശ്വാസം യെദ്യൂരപ്പാജിക്കുണ്ടായിരുന്നു. യെദ്യൂരപ്പാജി പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്കെതിരെ അഭിചാരം നടത്തുകയും ഞാൻ വേണ്ടി അല്ലെങ്കിൽ കൗണ്ടർ കാര്യങ്ങളും കൂടെ ചെയ്തു, അതിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ നമ്മുടെ അമ്പലങ്ങളിലുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. പക്ഷെ എന്തോ ഒരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായി. അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് വന്നത്. നമ്മുടെ കേരളത്തിന്റെ ഈ താന്ത്രിക പാരമ്പര്യം എല്ലാവർക്കും വളരെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇതിനെ ഒരുപാട് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ സംശയമുണ്ട്. തീർച്ചയായിട്ടും എന്നാൽ അതിനപ്പുറം കക്ഷി രാഷ്ട്രീയത്തിന്റെ കല്ലുകളിലേക്ക് വെച്ച് പരസ്പരം ഫൈറ്റ് ശരിയാണോ എന്ന കാര്യത്തിൽ സംശയം. ശരി, എന്താണ് ശ്രീവാസ് സാർ തുടർന്നോളൂ. മഞ്ജുഷേ, അതാ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചിന്താ വിഷയമായിട്ട് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ദുരാചാരം നടന്നു എന്ന് പറഞ്ഞാൽ ആ ദുരാചാരം നടന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. കാരണം നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ബലി കൊടുത്ത ചരിത്രം ഈ കാലത്തല്ലേ ഉണ്ടായത്. നമ്മൾ നവോത്ഥാന കേരളമെന്നും നവകേരളമെന്നും അതുപോലെ ഇതെല്ലാം പറയുമ്പോഴും ഇതൊക്കെ നടക്കുന്നു എന്ന് അന്യ സംസ്ഥാനത്തുള്ളൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖവിലിക്കെടുത്ത് അന്വേഷിക്കുകയാണ് വേണ്ടത്. 2 മണിക്കൂർ കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക അല്ല വേണ്ടത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെങ്കിൽ ആര് തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നാളെ പറയും DK ശിവകുമാർ ധൈര്യമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്, അല്ലാണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ട് നാളെ ഒളിച്ചോടുന്ന ആളൊന്നുമല്ല. അദ്ദേഹം വ്യക്തമായ കാര്യം പറയാം. അദ്ദേഹത്തോട് ഇത് പത്രലേഖകർ, കർണാടകത്തിലെ വാർത്താലേഖകർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്നും ഓരോ കുറിപ്പെടുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിയോ തെറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ആ ഒരു സെൻസിലെടുത്തിട്ട് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കും സംസാരിച്ചുകൂടെ? താങ്കൾ പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കണമെന്നുണ്ട്, അത് ഞങ്ങളുടെ സംസ്ഥാനത്തിന് അത് ഹിതകരമായ കാര്യമായി തോന്നുന്നില്ല, അതുകൊണ്ട് വ്യക്തത വരുത്താനായിട്ട് ഞങ്ങൾ താങ്കളെ സമീപിക്കുന്നു എന്ന് പറയേണ്ടത് കേരള ഗവൺമെന്റ് അല്ലേ, അല്ലാതെ നമ്മൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ എന്നുള്ളൊരു ആഗ്രഹം CPM-നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ഒരു റിപ്പോർട്ട് നൽകി അവസാനിപ്പിക്കേണ്ടതായിരുന്നോ? ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടി. അല്ല, ഇതിപ്പോൾ 2 മണിക്കൂർ കൊണ്ടൊരു അന്വേഷണം നടത്തി പോലീസ് ഇത് അവസാനിപ്പിച്ചുവല്ലോ. ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് ഇത് DK ശിവകുമാറിനോട് ചോദിച്ച് ഒരു വ്യക്തത വരുത്തി, അത് ഒരു ഉപമുഖ്യമന്ത്രിയാണല്ലോ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ഇത് പരിഹരിക്കണമായിരുന്നു, അല്ലെങ്കിൽ അന്വേഷിക്കണമായിരുന്നു. അതൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കേണ്ടതായിരുന്നോ? ഇതാണ് ശ്രീകുമാർ പറയുന്നത്. മാത്രമല്ല DK അതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. അദ്ദേഹം കേരളത്തിലല്ല എന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ല, ശ്രീകുമാർ DK പിന്താങ്ങിക്കൊണ്ടാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പോലീസുകാർ ഈ ക്ഷേത്രവും ഇതിൻ്റെ പരിസരങ്ങളുള്ള പ്രദേശങ്ങളൊക്കെ അവർ വന്ന് അന്വേഷിച്ചു. അങ്ങനെ റിപ്പോർട്ട് അവർക്ക്
കിട്ടാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തിയല്ലേ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇത് അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അപ്പോൾ തന്നെ കേരള ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങൾ കൈമാറണ്ടേ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം കൈമാറണമായിരുന്നല്ലോ. അല്ലാതെ കേരളത്തിലെയും ഇങ്ങനെ ക്ഷേത്രത്തിലെയും ഭക്തജനങ്ങളെയൊക്കെ ഈ മുൾമുനയിൽ നിർത്തുന്ന രൂപത്തിലുള്ള പ്രസ്താവന അല്ല അദ്ദേഹം നടത്തേണ്ടിയിരുന്നത്. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായിട്ടോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റുമായിട്ടോ സംസാരിച്ച് ഇതിലൊരു വ്യക്തത അദ്ദേഹം വരുത്തണമായിരുന്നു. അത് എല്ലായിടത്തോളം കാലം ഇപ്പോൾ ഈ പ്രശ്നങ്ങളായ ശേഷമാണ് ഞാൻ രാജരാജേശ്വര ക്ഷേത്ര ഭക്തനാണെന്നും ഞാൻ ക്ഷേത്രത്തിൽ നടന്നു എന്നല്ല പറഞ്ഞത്. അതിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവും ക്ഷേത്രത്തിനടുത്ത് എന്ന് പറയുന്ന കാര്യം തമ്മിൽ വ്യത്യാസമില്ലേ? ഇപ്പോൾ വ്യക്തമായി 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റളവ് ധാരാളം സ്ഥലങ്ങളുണ്ട്. പക്ഷേ രാജരാജേശ്വര ക്ഷേത്രം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്ത് ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും കണ്ണൂർ ജില്ലയിലും ഒരു രാജരാജേശ്വരി ക്ഷേത്രമില്ല. അപ്പോൾ അങ്ങനെ ഭക്തരെ മുൾമുനയിൽ നിർത്തണ്ട എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം കുറച്ചുകൂടി വ്യക്തത വരുത്തണം, ആ പ്രസ്താവന പിൻവലിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അല്ലാതെ അത് ശിവകുമാർ പറയും പോലുള്ള കാര്യങ്ങളിൽ ആ രൂപത്തിൽ നമ്മൾ കാണുന്നില്ല. നമ്മളതിൽ ദേവസ്വത്തിനകത്ത് രാഷ്ട്രീയം കാണുന്നില്ല. അദ്ദേഹത്തെ പറയേണ്ട ചേതോവികാരം എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ സാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യം നടക്കാറുണ്ട് എന്നുള്ള രൂപത്തിൽ ശ്രീ മാധവൻ, സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ദേവസ്വം ബോർഡിന് പൂർണ്ണ തൃപ്തി, ദേവസ്വം ബോർഡിന് അതിൽ തൃപ്തിയുണ്ട്. സർക്കാർ നടപടിയുണ്ട്. അദ്ദേഹം അത് സർക്കാർ നടപടിയിലും തൃപ്തിയുണ്ട്. അദ്ദേഹം ശിവകുമാർ തന്നെ അക്കാര്യത്തിൽ ഏകദേശം ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലല്ല, ക്ഷേത്രത്തിന് 15 കിലോമീറ്റർ ചുറ്റളവ്. 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കണ്ണൂരാവാം, പയ്യന്നൂരാവാം, ഒക്കെ ആവാം, എവിടെയോ ആവാം. അപ്പോൾ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വന്നുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. ശരി, ശ്രീ ഷാബു പ്രസാദ്, സാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണ്? അല്ല, അദ്ദേഹം പറഞ്ഞത് മലബാറിലൊക്കെ ഇപ്പോൾ സ്ഥിരം നടക്കാറുണ്ടെന്നാണ്. മലബാറിൽ ഇപ്പോൾ ഈ അഭിചാരക്രിയയും കാര്യങ്ങളൊക്കെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് അത് മലബാറിലെ ജനങ്ങളോടുള്ള ഒരു അവഹേളനമാണ് അദ്ദേഹം കാണിച്ചത്. മലബാറിൽ അങ്ങനെ എവിടെയും അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു അഭിചാരക്രിയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും നടന്നിട്ടില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ കളിയാട്ടം നടക്കുമ്പോൾ ഈ ദേവീദേവന്മാരെ കോലങ്ങൾ ചിലപ്പോൾ കോഴിയെ അറക്കാറുണ്ട്. അതായത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അത് ഈ മന്ത്രവുമായി ബന്ധപ്പെട്ടല്ല. അതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട മാത്രം. അത് അഭിചാരക്രിയയുമല്ല. അല്ലാതെ മലബാറിൽ മുഴുവൻ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞ സാബു പ്രസാദിൻ്റെ അഭിപ്രായം അത് പിൻവലിക്കണം. അതിനോട് യാതൊരു യോജിപ്പും നമുക്കില്ല. ശരി, ശ്രീ ഷാബു പ്രസാദ്, മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ശ്രീകുമാർ അത് പറയുകയും ചെയ്തു. താങ്കൾ ഈ സിദ്ധരാമയ്യയോടുള്ള ആ വഴക്ക്, അതായത് കോൺഗ്രസിനുള്ളിലെ പൊളിറ്റിക്സ് ആണ് പ്രതിഫലിച്ചത് എന്ന്. അങ്ങനെയാണെങ്കിൽ സിദ്ധരാമയ്യയെ കൂടി കൂട്ടി DK ശിവകുമാർ പറയുമായിരുന്നോ എന്നാണ് ശ്രീകുമാറിന്റെ ചോദ്യം. അതായത് സിദ്ധരാമയ്യയെയും തന്നെയും തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് DK പറയുന്നത്. മഞ്ജുഷെ, ഞാൻ സിദ്ധരാമയ്യ ശിവകുമാറിനെതിരെ ചെയ്തു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനുള്ളിലെ ഈ ശിവകുമാറിന് പുറത്തു പറയാൻ പറ്റാത്ത ശത്രുക്കൾ, പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത ശത്രുക്കൾ ആരോ ചെയ്തിരിക്കുന്നു, രാഷ്ട്രീയ ശത്രുക്കൾ ചെയ്തിരിക്കുന്നു എന്നാണല്ലോ ശിവകുമാർ പറഞ്ഞത്. ആ പുറത്തു പറയാൻ പറ്റാത്ത ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ആയിരിക്കും. ഞാൻ സിദ്ധരാമയ്യ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സിദ്ധരാമയ്യ ഒരു ബിലീവറാണ് എന്നതുപോലും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു എത്തിസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ശിവകുമാറിന് സിദ്ധരാമയ്യ മാത്രമാണോ ശത്രുക്കളുള്ളത്? അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടാവും എന്നല്ല. ഞാനില്ലാതെ സിദ്ധരാമയ്യ ചെയ്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ശിവകുമാറിന് ഇത്ര വലിയ ഒരു ഇങ്ങനെയുണ്ട്, അതായത് ഇതിൻ്റെ അത് രാഷ്ട്രീയമുണ്ട്. അത് BJPയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനതാദളസോ ആണെങ്കിൽ ഈ ഇലക്ഷന്റെ അവസാന ലാപ്പിന്റെ ഈ തലേ ദിവസം BJPക്കെതിരെ പ്രയോഗിക്കാൻ കിട്ടിയിരിക്കുന്ന ഈ ഏറ്റവും വലിയ ഈ ആയുധം അദ്ദേഹത്തിന് ഉപയോഗിക്കുമായിരുന്നു. അദ്ദേഹം അത് ഉപയോഗിക്കാത്ത സ്ഥിതിക്ക് ഞാൻ ശത്രുവിന്റെ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത ആളാണ്. ആ പുറത്തു പറയാൻ പറ്റാത്ത ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. ഇത് വെറും അത് മനസ്സിലാക്കാൻ വെറും സാധാരണ കോമൺ സെൻസ് മതി. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ശ്രീ മാധവൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ശിവകുമാറിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അദ്ദേഹത്തിന് ഈ രീതിയിൽ ഒരു കാര്യം നടന്നു എങ്കിൽ അദ്ദേഹം ഒരു ഉപമുഖ്യമന്ത്രിയാണ്.
ഇങ്ങനെ പത്രപ്രസ്താവന അതായിക്കോട്ടെ. പക്ഷേ ഔദ്യോഗികമായിട്ട് കേരള ഗവൺമെന്റിനൊരു എന്നെ അദ്ദേഹം ഇൻഫോം ചെയ്യണമായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഇതുപോലെ ഈ രീതിയിലുള്ള ഒരു അനാചാരം ഞങ്ങൾക്കെതിരെ നടന്നിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് പറയാമായിരുന്നു. അങ്ങനെയെങ്കിൽ കേരള ഗവൺമെന്റിന് അത് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ. ഇതിങ്ങനെ പറഞ്ഞു കേട്ട ഒരു ആരോപണം അത് ശരിയാണോ എന്ന് പോലീസ് പോയി അന്വേഷിച്ചു. അതിന് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്നും പറഞ്ഞു. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കോഴിയെ വെട്ടി അല്ലെങ്കിൽ ഒരു ആടിനെ വെട്ടി ഇങ്ങനെയെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊരു വിശ്വസനീയതയെങ്കിലും ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല. അതിൻ്റെ അകത്ത് എണ്ണ 53 പോത്ത്, 21 ചുവന്നാട്, 22 കറുത്താട്, മറ്റത് മറിച്ചത് എല്ലാം കൂടെ 19 മൃഗങ്ങളെ ഇതുപോലെ ബലി കഴിച്ച ഒരു സംഭവം ഒരിടത്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ രഹസ്യമായിട്ടൊന്നും നടത്താൻ പറ്റില്ല. അതൊരു എളുപ്പമുള്ള കാര്യവുമല്ല. അത് അങ്ങനെ എന്തോ പോത്തിനെയൊക്കെ ചുമ്മാ അങ്ങ് വിട്ട് രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞ കാര്യം നിസ്സാരമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം നിസ്സാരമല്ലല്ലോ. അഭിചാരക്രിയ നടന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഞ്ജുഷ, ഞാൻ ശ്രീ മാധവനോട് ഒരു മറുപടി പറഞ്ഞോട്ടെ. ശ്രീ മാധവന്റെ ഒരു കാര്യത്തിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. മറ്റൊന്നുമല്ല, ഈ മലബാറിലും കേരളത്തിലും പൊതുവെയും ആഭിചാരവും ദുർമന്ത്രവാദവും ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം. ഞാൻ ക്ഷേത്രങ്ങളെ കണക്ട് ചെയ്തല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശാക്തേയ പൂജയുടെ പേരില് കോഴി ഇറക്കൽ ആഭിചാരം നടക്കുന്നുണ്ട്. ആഭിചാരങ്ങൾ നടക്കുന്നുണ്ട്, ദുർമന്ത്രവാദം നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കേരളത്തിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലബാറിൽ നടക്കുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതേ ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ക്ഷേത്രങ്ങൾ ഞാനൊരു അതിനോടൊപ്പം തന്നെ ഞാൻ ഈ രീതിയിലുള്ള ദുരാചാരങ്ങൾക്ക് കടുത്ത രീതിയിൽ എതിർക്കുന്ന ആളുമാണ്. ശരി, ശ്രീ ടി മാധവൻ, അദ്ദേഹം പറഞ്ഞത് അല്ലല്ല, അദ്ദേഹം അടച്ചു പറഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹം മുഴുവനായിട്ട് എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നോ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ടെന്നോ ഷാബു പറഞ്ഞിട്ടില്ല. അല്ല, ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ല, മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ഇപ്പോഴും അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മലബാറിൽ ഏതോ 1-2 ആളുകൾ ഒരു അഭിചാരക്രിയ ചെയ്താൽ സമൂഹം മൊത്തം അതിൻ്റെ പഴി കേൾക്കണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. നമ്മളെ കോടിക്കണക്കിന് ആളുകളില്ല, എല്ലാവരും ഒരേ തരത്തിലുള്ള വിശ്വാസികളാണോ? അന്ധവിശ്വാസികൾ ധാരാളം പേരുണ്ട്. അവരെ 1-2 ആളുകൾ ചെയ്താൽ നമ്മുടെ സമൂഹം മൊത്തം അന്ധവിശ്വാസമാണ് ഇതുകൊണ്ട് നടക്കുന്നു എന്ന് സൂചിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും ഈ ഉപമുഖ്യമന്ത്രി കർണാടകത്തിന്റെ ഇപ്പോഴും അടിവരയിട്ട് പറയുകയാണ് അവിടെ ആഭിചാരക്രിയ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഇങ്ങനെ ഓരോ പ്രസ്താവനകൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് കണക്കാക്കാനും പറ്റുകയില്ല. എണ്ണം പോലും അദ്ദേഹം പറയുകയാണ്. ഇത്ര ചെമ്മരിയാടുകൾ, ഇത്ര പോത്തുകൾ, ഇതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അതിന് തെളിവും അദ്ദേഹം തന്നെ കൊടുക്കേണ്ടതാണല്ലോ. അല്ലാതെ ഇപ്പോൾ ഇവിടെ കേൾക്കാം. പറഞ്ഞോളൂ. 2 കാര്യങ്ങൾ. ഒന്ന്, ഇതൊക്കെ വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെ ബാധിക്കുന്ന വിഷയം കൂടെയാണ്. അതുകൊണ്ട് എല്ലാം കൂടെ കലത്തിൽ നമ്മൾ പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. ഞാൻ ശാക്തേയ പൂജ ചെയ്യുന്ന വ്യക്തിയെ ആദരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ആ സമ്പ്രദായം പിന്തുടരുന്ന വ്യക്തിയല്ല. ശാക്തീയ വർഷിപ്പേഴ്സിന് ശാക്തേയ രീതിയിൽ മൃഗബലി അവരുടെ പലരും ഒരു ഇൻഹറന്റ് പാർട്ടായിട്ടാണ് കരുതുന്നത്. അത് പെർസെ ദുർമന്ത്രവാദമല്ല, പെർസെ അത് മോശമല്ല. 1968 ജൂണിലാണ് നമ്മൾ മൃഗബലി നിരോധിക്കുന്നത്. 2020 കേരള, ത്രിപുര, ബംഗാൾ അടക്കമുള്ള ചില ഭാഗങ്ങളിലെ ശക്തി വർഷിപ്പേഴ്സ് അല്ലെങ്കിൽ ശാക്തേയ വർഷിപ്പേഴ്സ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. അവരുടെ വാദവും പ്രസക്തമാണ്. ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ വേണ്ടി കോഴിയെ കൊല്ലാം, എന്നാൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സമർപ്പിക്കാൻ വേണ്ടി ചെയ്തുകൂടാന്നൊക്കെയാണ് സുപ്രീം കോടതി തീരുമാനം.
അവസാനിക്കട്ടെ. പക്ഷെ പൊതുവെ നമ്മുടെ അമ്പലങ്ങളിലും നമ്മുടെ പൂജാരീതികളിൽ സാത്വിക് പൂജാരീതികളാണ്, അതാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. അപ്പൊ ശാക്തേയ വർഷിപ്പോസിന് എനിക്ക് കേട്ട വിഷമം തോന്നരുത്. ഏതെങ്കിലും മൃഗത്തിന്റെ ഒരു സങ്കല്പം വന്നു കഴിഞ്ഞാൽ അവരുടെ ദേവിയുടെ ഒരു ഡീറ്റിയുടെ എനർജി ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, അവരുടെയും സെന്റിമെന്റ്സ് ഹേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ പൊതുവെ അങ്ങനെയല്ല എന്നുള്ള ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കണം. മൃഗം അടക്കമുള്ള കാര്യങ്ങളെ ഇത് സിംബോളിക് ആയിട്ട് മാത്രം കാണിച്ചാൽ മതി, അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് ഒരു സാക്രിഫൈസ് മതി എന്നൊക്കെ നമ്മുടെ പല ആചാര്യന്മാരും കാലാന്തരത്തിൽ ചില തിരുത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ത്രിപുരയുടെ അടക്കം മുഖ്യമന്ത്രി ഈ ശാക്തേയ വർഷത്തിന്റെ ഭാഗമായി മൃഗങ്ങളെ അങ്ങനെ എന്താ പറയുക ഹോമിക്കാൻ കഴിയണമെന്നൊക്കെ ഉള്ള ഒരു വാദഗതി മുമ്പോട്ട് വെച്ചിട്ടുള്ളവരാണ്. മറ്റൊരു വിഷയം. പക്ഷെ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അതല്ല. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ഒരാളെ ഇല്ലാതാക്കാൻ ദുർമന്ത്രവാദം നടത്തും. അത് ഒരു യാഡ് സ്റ്റിക്കിനും ശരിയല്ല. നമുക്ക് സ്വയം നന്നാവാൻ വേണ്ടി പൂജയും യാഗവും ഹോമവും ഒക്കെ നല്ലതാണ്, ആത്മീയവും സാമൂഹികവുമായ ഐക്യത്തിനൊക്കെ നല്ലതാണ്. പക്ഷെ മറ്റൊരാൾക്ക് പണി കൊടുക്കാൻ, ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ദൈവമോ അല്ലെങ്കിൽ പൂജയോ യാഗമോ ഒന്നും ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഒരു ഗുണ്ടാപ്പടയൊന്നും അല്ലല്ലോ. ദൈവമേ അവൻ പണി കൊടുക്കാൻ പറഞ്ഞാൽ ദൈവം പോയി പണി കൊടുക്കാൻ. അപ്പൊ ഇതൊക്കെ തെറ്റായ ഒരു വിശ്വാസ പദ്ധതിയുടെ ഭാഗങ്ങളാണ്. നമ്മുടെ ഇടയിൽ കാലാന്തരത്തിൽ പ്രചരിച്ച വളരെ തെറ്റായ ആറ്റിറ്റ്യൂഡ്സ് ആണ് ഈ ശത്രുസംഹാര പൂജ. അതിനൊക്കെ വേറെ കാര്യങ്ങളൊക്കെ അല്ലല്ലേ, തനിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന DK തന്നെ തിരിച്ചു പറയുകയാണ് ഞാൻ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എതിർ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹവും അതിൽ നിന്ന് മോചിതനല്ല എന്നുള്ള മറ്റൊരു കാര്യം. അവസാനമായി ശ്രീകുമാർ സാർ, ഒരു കാര്യം കൂടി, താങ്കൾ പറഞ്ഞതിനെ നേരെ എതിർ രീതിയിൽ തന്നെ തിരിച്ച് ഖണ്ഡിച്ചിരിക്കുകയാണ് ശ്രീ TT മാധവൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ അങ്ങോട്ട് പോയി ചോദിച്ച് തെളിവ് മേടിക്കുക എന്നുള്ളതല്ല, ഇങ്ങോട്ട് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്, ഇങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ ഭരണ നേതൃത്വത്തെ ആ ഉപമുഖ്യമന്ത്രിക്ക് അറിയിക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ശിവകുമാർ ചെയ്തില്ല? നോക്കൂ മഞ്ജുഷേ, ഭരണാധികാരികൾ ഇങ്ങനത്തെ ചില വിഷയങ്ങളിൽ സംയമനം പാലിച്ചിട്ട് ഏതെങ്കിലും അവസരം വരുമ്പോഴാണ് പറയുക. DK ശിവകുമാറിനോട് ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലത്തെ ഒരു ചരടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ കേട്ടത്. കേരളത്തിൽ തന്നെ നമ്മുടെ മന്ത്രി K രാധാകൃഷ്ണനെതിരെ ഒരു അയിത്തത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ ഏതോ ഒരു അമ്പലത്തിൽ. അദ്ദേഹം അത് പറഞ്ഞത് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ പറയാണ്ടിരുന്ന നടപടി എടുക്കാതിരുന്നത്? അതൊന്നും അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഭരണാധികാരികളെ ചില കാര്യങ്ങളിൽ ചില സമയത്തേ പറയുള്ളൂ. അത് പറയുമ്പോൾ അത് അന്വേഷിക്കണം. അതുപോലെ K രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ അന്വേഷിച്ചല്ലോ, അപ്പോൾ അതുപോലെ അന്വേഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇങ്ങനെ കേരള മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടൊരു കത്തയക്കുന്ന പരിപാടി ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അത് കേരളത്തിൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം, അത്രേ ഉള്ളതിൻ്റെ. അല്ലാണ്ട് അതിലിപ്പോൾ അദ്ദേഹം കേരളത്തെ അവമാനിക്കാൻ ചെയ്തു, ക്ഷേത്രത്തെ അവമാനിക്കാൻ ചെയ്തു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അനുഭവങ്ങൾ ചില മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പുറത്തു പറയും. അത് ആരെയാണോ ബാധിക്കുന്നത് അവർ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി തീരുമാനം എടുക്കണം. അതാണ് വേണ്ടത്. ശരി, രാഹുൽ, അവസാനമായി എന്താണ്? നമ്മുടെ മന്ത്രി രാധാകൃഷ്ണൻ സാറിനെ പറ്റി ഉണ്ടായത് അയിത്തമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് പൂജ ചെയ്യുന്ന വ്യക്തി ആര് വന്നാലും, സ്വന്തം മോൻ വന്നാലും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആള് വന്നാലും വിളക്ക് താഴെ വെച്ചേ കൊടുക്കുകയുള്ളൂ. അതിന് ആവാഹനവും ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം ബന്ധപ്പെടുന്നതല്ല. മറ്റൊരു കോൺഗ്രസ് ശ്രീകുമാർ സാബ് പറഞ്ഞു അത് വൈകിയാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത് എന്നുള്ള കാര്യമാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. മൃഗബലി നടത്തുന്ന DK ശിവകുമാറിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നായിരുന്നു പ്രൈം ഡിബേറ്റിലെ ചോദ്യം. ഉണ്ടെന്ന് 57% പ്രേക്ഷകർ, ഇല്ലെന്ന് 38%, നിഷ്പക്ഷം 5%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.